നഗരസഭയിലെ പെൻഷൻ ഉപഭോക്താക്കളിൽ അനർഹർ കടന്നുകൂടിയത് പരിശോധിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ പറഞ്ഞു. നഗരസഭയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. അല്ല, ഞാൻ പറയില്ലേ, ഇങ്ങനെ അനർഹരായി എന്നുള്ള റിപ്പോർട്ട് ഇതുവരെ ലഭ്യമായിട്ടില്ല. എങ്ങനെയാണ് അവർ അർഹരായത്? വീടിന്റെ സ്ക്വയർ ഫീറ്റ് പ്രകാരമാണോ അല്ലെങ്കിൽ മറ്റേ ഇരട്ട പെൻഷൻ പ്രകാരമാണോ? ഒന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അപ്പൊ അത് പരിശോധിച്ച് അതിനുള്ള നടപടി സ്വീകരിക്കും. നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് 21 വന്ന റിപ്പോർട്ടിന് ശേഷം ഇങ്ങനെ ഒരു പരാതി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ രണ്ടാമത് അത് റിവ്യൂ ചെയ്തിട്ട് 2022 കൂടി നമുക്ക് പെൻഷൻ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം പെൻഷൻ റദ്ദാക്കപ്പെട്ടു എന്നും ഇനി ആരെങ്കിലും അനർഹർ ഈ ലിസ്റ്റിൽ പെൻഷൻ വാങ്ങുന്നുണ്ടോ എന്നും കൂടെ പരിശോധിക്കാൻ നമുക്കൊരു ഒരല്പസമയം മതി. നഗരസഭയിൽ 5004ഓളം പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ട്. ഇതിൽ 7ാം വാർഡിൽ കൂടുതലുള്ളത് ആരോഗ്യശാല പെൻഷൻ ജീവനക്കാരാണ്. 7ാം വാർഡിന്റെ കാര്യം കൂടുതൽ പരിശോധിക്കണം. എങ്ങനെയാണ് ഇവർ അർഹരായ എന്ന കാര്യം പരിശോധിക്കണം. അതേക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇതുവരെ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ലെന്നും ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ പറഞ്ഞു. അതേസമയം അനർഹരായ ആരും 7ാം വാർഡിൽ പെൻഷൻ വാങ്ങുന്നില്ല. ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും 7ാം വാർഡിൽ മാത്രം വാർത്തുന്നത് രാഷ്ട്രീയ താൽപര്യമാണെന്നും നഗരസഭയിലെ 32 വാർഡുകളിലും പരിശോധന നടത്തണമെന്നും 7ാം വാർഡ് കൗൺസിലർ ഗോപിനാഥൻ കൂട്ടുപറമ്പിൽ വ്യക്തമാക്കി. അനർഹതമായ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരെന്നുള്ള ഈ 4 കേസുകളുള്ളൂ. 2000 സ്ക്വയർ മീറ്റർ AC ലവഡ്, കാർ ലവഡ്, സർക്കാർ ജീവനക്കാരെ വിളിച്ചാൽ അങ്ങനത്തെ കേസല്ല. അവർ പെൻഷൻ വാങ്ങില്ല. അവർ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ നമ്മളെ വാർഡില്ല. സർക്കാർ ജീവനക്കാർ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ ഇന്റെ ഓർമ്മയിലില്ല. ഞാൻ ഉണ്ടാക്കി കൊടുക്കൂല. കാരണം ഈ കൃത്യമായ ഞാൻ ഇത്ര വർഷമായിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്ന സംഗതികളാണ്. ഒരു കാരണവശാലും ഞാൻ കൂട്ടിക്കൂല. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.